Hello my dear students, I welcome you all to our channel Learn 24. So നമ്മൾ already നമ്മളുടെ male gametes നെ കുറിച്ച് പഠിച്ചു. അതായത് we have learned how this male gametes are forming through the process of spermatogenesis. ഇനി നമുക്ക് ഈ male gamete അതായത് സ്പെർമിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണ്ടേ? അതെന്താണ് ഈ ഓരോരോ സ്ട്രക്ചർ ഹെൽപ്പ് ചെയ്യുന്നത് ഫോർ വാട്ട് ആൻഡ് ഓൾ പ്രോസസ്, അതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പെർമിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ടോക്കിംഗ് അബൌട്ട് സ്പെർമിൻ്റെ എൻറ്റയർ ബോഡി ഡിവൈഡ് ആയിരിക്കുന്നത് ഹെഡ്, നെക്ക്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. സോ സ്പെർമിൻ്റെ എൻറ്റയർ ബോഡി ഡിവൈഡ് ആയിരിക്കുന്നത് 4 പാർട്സിലാണ്. ആൻഡ് ദോസ് 4 പാർട്സ് ആർ ഹെഡ്, നെക്ക്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. ഇനി എല്ലാ പാർട്ടിനും ഓരോരോ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കവർ ചെയ്യാം. സോ ടോക്കിംഗ് അബൌട്ട് ദ സ്ട്രക്ചർ, ഇതാണ് നമ്മുടെ സ്പെർമിൻ്റെ സ്ട്രക്ചർ. ഹിയർ യു ക്യാൻ സീ ദ ഹെഡ്. ഈ പോർഷൻ ആണ് ഹെഡ്, ഈ പോർഷൻ ആണ് മിഡിൽ പീസ് ഓർ മിഡിൽ ലെയർ എന്നും പറയാം. ആൻഡ് ദിസ് പോർഷൻ ഇസ് ടെയിൽ. ആൻഡ് ഇവിടെ കാണുന്ന ദിസ് പോർഷൻ ഇസ് ദ നെക്ക് ഓഫ് സ്പെർം. ഓക്കെ, സോ ഇതാണ് ദ എൻറ്റയർ സ്ട്രക്ചർ ഓഫ് സ്പെർം. ഇനി ടോക്കിംഗ് അബൌട്ട് ദി ഫങ്ഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി സ്ട്രക്ചർ, ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് part that we can see in case of sperm is the head of the sperm. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഹെഡ്. ഓക്കെ, സോ ഞാൻ എന്താ പറയുന്ന ഒരു ക്രോസ് സെക്ഷൻ തന്നെ നിങ്ങൾക്ക് ഈ സ്പെർമിൻ്റെ കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ഹെഡ്. സോ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡയഗ്രാമിനെ കാണുവാണെങ്കിൽ ഹിയർ യു ക്യാൻ സീ അറ്റ് ദ ടിപ്പ് എക്രോസോം ഇസ് പ്രസൻറ്റ്. ഓക്കെ, സോ ടിപ്പിൽ, അതായത് സ്പെർമിൻ്റെ ഏറ്റവും ഹെഡിലുള്ള ടിപ്പിൽ നമുക്ക് എക്രോസോം കാണാൻ പറ്റും. ദെൻ മൂവിങ് ഓൺ, ദർ ഈസ് എ ഹ്യൂജ് ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസ് ഇസ് പ്രസൻറ്റ് ആൻഡ് ദർ ഈസ് എ സെൻട്രിയോൾ വിച്ച് വി ക്യാൻ സീ. സോ ഹെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓവൽ ഇൻ ഷേപ്പ് ആൻഡ് ദ ഹെഡ് കൺസിസ്റ്റ് ഓഫ് എ ലാർജ് haploid nucleus. Haploid means which contains only one set of chromosome. Okay, so the head is oval in shape and it basically consists of a large haploid nucleus. So like I said, ഇവിടെ ഒരു ഹെഡിൻ്റെ ഏറ്റവും എൻഡിൽ നമുക്കൊരു സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? സോ ഹിയർ യു ക്യാൻ സീ എ സ്മോൾ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ. ഒരു ക്യാപ്പിൻ്റെ പോലെയാണ് ആ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റുന്നത്. ലൈക്ക് സോ ദീസ് ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഇസ് കോൾഡ് ആസ് ദി എക്രോസോം. ആൻഡ് ദീസ് എക്രോസോംസ് ആർ പ്രസൻറ്റ് അറ്റ് ദി പോസ്റ്റീരിയർ എൻഡ്, അതായത് ഏറ്റവും എൻഡിൽ കാണാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് എക്രോസോം. ഇനി എക്രോസോമിന് ഭയങ്കര കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. സോ ടോക്കിംഗ് അബൌട്ട് എക്രോസോം കൺസിസ്റ്റ് ഓഫ് ഹൈഡ്രോലിറ്റിക് എൻസൈം. എക്രോസോംസിൽ ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ദിസ് ഈസ് ദ എഗ് ആൻഡ് ദിസ് ഈസ് എ സ്പെർം. സോ സ്പെർമിൻ്റെ ഹെഡിൽ ഇഫ് എക്രോസോം ഇസ് പ്രസൻറ്റ്, ഈ ഒരു എൻസൈം ദിസ് ബേസിക്കലി ഹെൽപ്പ് ടു ബി ഇൻ കോണ്ടാക്ട് വിത്ത് ദി ഓവം ആൻഡ് it helps or facilitate the process of fertilization. അതായത് നമ്മുടെ ഓവത്തിൻ്റെ അകത്ത് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി കൊടുക്കുന്നത് ഈ എക്രോസോം എന്നുള്ള ഹൈഡ്രോലിറ്റിക് എൻസൈമാണ്. ഓക്കെ, സോ എക്രോസോം കണ്ടെയ്ൻസ് എ ഹൈഡ്രോലിറ്റിക് എൻസൈം ആൻഡ് is used to contact and penetrate the egg during fertilization.
fertilization. Okay, so ഇതാണ് our head, that is the sperm's head consist of. Now moving on towards the neck of sperm. Neck, spermന്റെ നെക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ it is short, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്, and it contains 2 centrioles. Okay, so spermന്റെ നെക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ it is short and it contains 2 centrioles. The first centriole is the proximal centriole, and this centriole is playing an important role in first cleavage of zygote. നമ്മുടെ ഓവമും പിന്നെ സ്പേമും ഫെർട്ടിലൈസേഷൻ എന്നുള്ള ഈ പ്രോസസ്സ് അണ്ടർഗോ ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നത് അല്ലേ. സോ ദാറ്റ് സൈഗോട്ടിൻ്റെ ആദ്യത്തെ ക്ലീവേജ് അല്ലെങ്കിൽ ഡിവിഷന് വേണ്ടി വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നത് ഈ പ്രോക്സിമൽ സെൻട്രിയോൾ ആണ്. ഓക്കെ, so this is the first centriole, and the second centriole is the distal centriole. Distal centriole പേര് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും, that is distal is nothing but something which is ending. Okay, so distal is basically giving rise to the axial filament of the sperm. Axial filament വേറെ ഒന്നുമില്ല, നമ്മുടെ ടെയിലിനെ ജോയിൻ ചെയ്യുന്ന ഒരു ഫിലമെൻറ്റിനെയാണ് നമ്മൾ ആക്സിയൽ ഫിലമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ ദിസ് ഇസ് ദി distal centriole, and then here you can see the axial filament. Okay, so this is what the neck of our sperm consists of. Now move on ചെയ്യാം. മിഡിൽ പീസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് മിഡിൽ പീസ്. ഓക്കെ, മിഡിൽ പീസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ഷേപ്പിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ്, and middle piece is known as the powerhouse of sperm. Okay, so നമുക്ക് ഇവിടെ ഒരു ഡിസ്ക് ഉള്ള ഈ സ്ട്രക്ചർ കാണാൻ പറ്റുമല്ലോ. here you can see a disc like structure. ആ സ്ട്രക്ചറാണ് മൈറ്റോകോൺഡ്രിയ. സോ നിങ്ങൾ ലോവർ ക്ലാസ്സസിൽ പല പ്രാവശ്യം പഠിച്ച ഒരു സ്ട്രക്ചറാണ് മൈറ്റോകോൺഡ്രിയ. സോ ടോക്കിംഗ് അബൌട്ട് മൈറ്റോകോൺഡ്രിയ, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് മൈറ്റോകോൺഡ്രിയ ഏത് സെല്ലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ. സോ ഇൻ ദിസ് പെർട്ടിക്കുലർ സെൽ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ പവർ ഹൗസ് ഓഫ് സ്പേം. ഓക്കെ, സോ ഇത് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബേസിക്കലി ഹെൽപ്പിംഗ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ദി ടെയിൽ ടു ഫെസിലിറ്റേറ്റ് ദ സ്പേംസ് മോട്ടിലിറ്റി. ഓക്കെ, സ്പേമിൻ്റെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് മിഡിൽ പീസ് അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയ. ഓക്കെ, സോ ദർ ഇസ് എ സേ ദ ഫാസ്റ്റർ യു സ്വിം ദ ഫസ്റ്റ് യു ഗെറ്റ് അല്ലേ. സോ സ്പേമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദ ഫാസ്റ്റർ ദ സ്പേം ഇസ് സ്വിമ്മിങ്, ദ ഫാസ്റ്റർ ഇറ്റ് വിൽ ബി ഫെസിലിറ്റേറ്റിംഗ് ആൻഡ് അണ്ടർഗോയിങ് ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, സോ സ്പീഡ് മാറ്റേഴ്സ് ഇൻ കേസ് ഓഫ് സ്പേം, right? Now talking about the next structure of sperm, which is tail. Tailന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും എൻഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് when we are talking about sperms. So here you can see this is the end part of sperm. tailനെ നമുക്ക് flagellum എന്ന് പറയാം. Okay, so the shape and the structure is long and slender. ഇതൊരു നീണ്ട് കിടക്കുന്ന, അത് കൂടാതെ വളരെ തിൻ ആയിട്ടുള്ള ഒരു സ്ലെൻഡർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് tail. And ഈ tail is very important for the movement അല്ലെങ്കിൽ motility of the sperm. Okay, so if that moves fast, then the entire body of the sperm is moving fast. So ഇതാണ് spermൻ്റെ ഒരു entire structure. Okay, so ഓരോരോ സ്ട്രക്ചറിൻ്റെ ഓരോരോ ഫങ്ഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, and what and all it comprises of, and what and all it will be helpful for. Okay, ഇനി മൂവിങ് ഓൺ. ഒരു ഹ്യൂമൻ ഇജാക്കുലേറ്റ് ചെയ്യുന്നത് 200 to 300 million sperms ആണ്. ഓക്കെ, സോ ഒരു ഹ്യൂമൻ ഇജാക്കുലേറ്റ് ചെയ്യുന്നത് 200 to 300 million sperms ആണ്. പിന്നെ ഫെർട്ടിലൈസേഷൻ എന്നുള്ള ഈ പ്രോസസ്സ് അണ്ടർഗോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോർ എ നോർമൽ ഫെർട്ടിലിറ്റി 60% ഓഫ് ദിസ് ഇജാക്കുലേറ്റഡ് sperm should have normal shape and size, and 40% should have vigorous motility. Okay, so like I said, the faster the sperm swims, the faster or the first one which enters will be
the one which will be resulting in the process of fertilization. Okay, so അതായത് ഒരു നോർമൽ ഫെർട്ടിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ 60% sperms which is ejaculated here should be having a normal shape and size. അതിൽ 40% it should show a vigorous motility. പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി 40% സ്പേമിന് ഉണ്ടാകണം. ഓക്കെ, നൗ ടോക്കിംഗ് അബൌട്ട് വെയർ ഇറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം. സോ നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം പഠിച്ചു ദാറ്റ് ദ സ്പേംസ് ആർ റിലീസ്ഡ് ഫ്രം ദ seminiferous tubule and is being transported by the accessory duct. Okay, നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് ദി സ്പേം റിലീസ് ആവുന്നത് സെമിനിഫെറസ് ട്യൂബ്യൂളിലാണ് ആൻഡ് ടെസ്റ്റിക്കൽ അല്ലെങ്കിൽ ടെസ്റ്റിസിന് ക്യാരി ചെയ്യുന്നത് ടു ദി ഔട്ട് സൈഡ് ഇസ് ത്രൂ ആക്സസറി ഡക്ട്. ഓക്കെ, സോ ട്രാൻസ്പോർട്ട് ആകുന്നത് ആക്സസറി ഡക്ട് ത്രൂ ആണ്. ഓക്കെ, നൗ ദാറ്റ് ഈസ് വൈ എപ്പിഡിഡൈമിസിൻ്റെയും വാസ ഡിഫറൻസിൻ്റെയും സെമിനൽ വെസിക്കലിൻ്റെയും അതുകൂടാതെ പ്രോസ്ട്രേറ്റിൻ്റെയും സെക്രീഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ദിസ് ഈസ് പ്ലേയിങ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ ദ മെച്ചോറേഷൻ ആൻഡ് ദി മോട്ടിലിറ്റി ഓഫ് ദി സ്പേം. ഓക്കെ, സോ ഒരു സ്പേം മെച്ചോർ ആകാൻ വേണ്ടിയിട്ടും അതുകൂടാതെ അതിന് മൂവ് പെട്ടെന്ന് ചെയ്യാനുള്ള എബിലിറ്റി തരുന്നത് എപ്പിഡിഡൈമിസിൻ്റെയും വാസ ഡിഫറൻസിൻ്റെയും സെമിനൽ വെസലിൻ്റെയും പിന്നെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെയും സെക്രീഷൻ ആണ്. So these are, as you have remembered from the previous video, these are the important ducts അല്ലെങ്കിൽ some of the important glands. Okay, so ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ why I keep on telling you to revise it again and memorize each and every concept. കാരണം ഇത് in moving forward കുറേ പ്രാവശ്യം നമ്മൾ പിന്നെയും എക്സ്പ്ലോർ അല്ലെങ്കിൽ പിന്നെയും ഈ സെയിം ഇൻഫോർമേഷൻ ആയിട്ട് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. So we understood how these secretion are helpful, alle, that is for maturation and for the motility of the sperm. Now moving on, seminal plasmium plus sperm is what which is making semen. Semen is a white fluid. Okay, so that white fluid basically consists of seminal plasma plus it consists of sperms. Okay, so talking about the function of male accessory ducts and the male accessory glands, they are here to maintain the testicular hormone, that is androgens. Again ഒരു റിപ്പീറ്റഡ് ഇൻഫർമേഷൻ ആണ്. അതായത് മെയിൽ ആക്സസറി ഗ്ലാൻഡും മെയിൽ ആക്സസറി ഡക്റ്റിൻ്റെ ഫങ്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. കാരണം ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ദ ടെസ്റ്റിക്കുലർ ഹോർമോൺ, ദാറ്റ് ഈസ് androgens, which basically helps in the stimulation of the process of spermatogenesis. Okay, so ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സ്പേമിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു. അതുകൂടാതെ വി അണ്ടർസ്റ്റുഡ് എത്ര amount of sperm is being ejaculated by a normal human and ഒരു നോർമൽ ഫെർട്ടിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എത്ര sperm should be in a normal shape and size and how much sperm should have a rigorous motility. അതുകൂടാതെ എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഫോർ ദ സ്പേം ടു ബി മെച്ചോർഡ് ആൻഡ് ടു ഹാവ് മോർ മോട്ടിലിറ്റി, അതും നമ്മളൊന്ന് ചെറിയതായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, സോ ഇൻ our next video we will be talking about the female gametes, that is how the female gametes are formed, അതായത് the process of oogenesis. Alright, so I'll see you in my next video. So until then, bye bye and take care.